നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡ് വിട്ട് ലോണിൽ പോയ എൻട്രിക്ക് അവിടെ ലിയോണിൽ പൊളിച്ചെടുക്കുന്ന പ്രകടനമാണല്ലോ ഇപ്പോൾ തുടക്കത്തിലെ മത്സരങ്ങളിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. സാബി അലോൺസോ അദ്ദേഹത്തിന് അവസരം കൊടുക്കാതെ വെറുപ്പിച്ച് അങ്ങനെ ഒടുവിൽ അദ്ദേഹം ലോണിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചതാണ്. പ്ലെയിൻ ടൈം ലഭിക്കുന്നത് ഇമ്പോർട്ടൻ്റാണ്, കാരണം വേൾഡ് കപ്പൊക്കെ അടുത്ത് വരുന്ന സാഹചര്യം കൂടിയാണല്ലോ. ലിയോണിൽ പോയിട്ട് അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ ഹാട്രിക്ക് നേടിയിരിക്കുന്നു. അപ്പോൾ ആ കളിയുടെ കമൻറ്റേറ്റേഴ്സ് പറഞ്ഞ ചില കാര്യങ്ങൾ വലിയ രൂപത്തിൽ വാർത്തയുമായിരുന്നു. റയൽ എന്തുകൊണ്ട് ഈ താരത്തിന് കൂടുതൽ അവസരം കൊടുത്തില്ല, പ്ലെയിൻ ടൈം കൊടുത്തില്ല എന്നുള്ളത് അത്ഭുതമാണ് എന്ന് കമൻറ്റേറ്റേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മരിയോ കോർട്ടഗാന ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നു. അതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മരിയോ കോർട്ടഗാനയുടെ റിപ്പോർട്ടിൽ, അതായത് ദി അത്ലറ്റിക്കിൻ്റെ ജേർണലിസ്റ്റാണ്, അദ്ദേഹം പുറത്തുവിടുന്ന റിപ്പോർട്ടിലുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, റയൽ മാഡ്രിഡ് ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് സാബി അലോൺസോസ് ഡിസിഷൻ ടു ഗിവ് എൻട്രിക് സോ ഫ്യൂ ഓപ്പർച്യൂണിറ്റീസ്. എന്തുകൊണ്ട് എൻട്രിക്കിന് കൂടുതൽ അവസരങ്ങൾ കൊടുത്തില്ല, അങ്ങനെ കൊടുക്കണ്ട എന്ന് സാബി അലോൺസോ എന്തുകൊണ്ട് തീരുമാനമെടുത്തു എന്നുള്ളത് റയൽ മാഡ്രിഡിൻ്റെ തലപ്പത്തുള്ളവർക്ക് മനസ്സിലായിട്ടില്ല. അഞ്ചലോട്ടിയൊക്കെ വളരെ ഹൈലി റേറ്റ് ചെയ്തിരുന്ന കളിക്കാരനാണ് എൻട്രിക് എന്ന കാര്യം ഓർക്കണം. അപ്പോഴാണ് സാബി വന്നിട്ട് താരത്തെ ബെഞ്ചിൽ തന്നെ ഇരുത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തത്. അതെന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ റയൽ മാഡ്രിഡിൻ്റെ തലപ്പത്തുള്ളവർക്ക് മനസ്സിലായിട്ടില്ല. എന്ന് മാത്രമല്ല, എൻട്രിക്കിന് തിരിച്ചു വരുമോ, അതാണ് ചോദ്യം. അടുത്ത ജൂൺ മാസം വരെയാണ് അദ്ദേഹത്തിന് ലോൺ കാലാവധിയുള്ളത്. സീസൺ കഴിഞ്ഞാൽ ലിയോണിൽ നിന്ന് താരം തിരികെ എത്തുമോ, അതാണ് ചോദ്യം. എൻട്രിക്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എല്ലായ്പ്പോഴും സ്വന്തം പൊട്ടൻഷ്യലിൽ ഏറെ വിശ്വസിക്കുന്നയാളാണ്, സ്വന്തം കഴിവിൽ വിശ്വാസമുള്ളയാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ റയൽ മാഡ്രിഡിൽ വന്ന് സക്സസ് ആവുക എന്നുള്ളത് തന്നെയാണ്. അതേസമയം എൻട്രിക്കിന് ഒരു റിയൽ ചാൻസ് കിട്ടണം. അടുത്ത സീസണിൽ തൻ്റെ ഏറ്റവും ബെസ്റ്റ് കാണിക്കാനുള്ള റിയൽ ചാൻസ് കിട്ടണം. അതിപ്പോൾ റയൽ മാഡ്രിഡിൽ അവസരം കിട്ടില്ല എന്നാണെങ്കിൽ അദ്ദേഹം മറ്റൊരു ലോൺ ഡീലിനെ കുറിച്ച് ചിന്തിക്കും, അല്ലെങ്കിൽ ലോൺ വിത്ത് ഓപ്ഷൻ ടു ബൈ, അതുവരെ വേണ്ടി വന്ന ക്ലബ്ബ് വിടാനും അദ്ദേഹം ഒരുക്കമാണ്. സ്വന്തം ഭാവി തന്നെയാണ്. റയലിൽ തനിക്ക് സക്സസ്ഫുൾ ആവണമെന്ന് താല്പര്യമൊക്കെ ഉണ്ട്. അതിന് അവസരം കിട്ടിയില്ലെങ്കിൽ പിന്നെ അവിടെ കടിച്ചു നോക്കി നിൽക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. ഹിസ് ടീം വിൽ കൺസിഡർ അനദർ ലോൺ. അദ്ദേഹത്തിൻ്റെ അടുത്ത വൃത്തങ്ങൾ അടുത്ത ഒരു ലോണിന് വേണ്ടി പരിശ്രമിക്കും അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത്. ഇനി അതല്ലെങ്കിൽ ലോൺ വിത്ത് ഓപ്ഷൻ ടു ബൈയിങ് ഓപ്ഷനുള്ള ലോണിനും അവർ തയ്യാറായേക്കുമെന്നാണ് മരിയോ കോർട്ടഗാനയുടെ റിപ്പോർട്ട്. ഏതായാലും റയൽ മാഡ്രിഡ് ഈ താരത്തിൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും? ചില കോച്ചുമാർ ഇങ്ങനെയാണ്, ചിലപ്പോൾ വേണ്ട വിധത്തിൽ ചില താരങ്ങളോട് അങ്ങ് കണ്ണടച്ച് കളയും, അത് അവരുടെ വളർച്ചയെ ബാധിക്കുകയും ചെയ്യും. പക്ഷേ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ എൻട്രിക്ക് അവിടെ വിട്ടുപോയി. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് അത് വളരെ റൈറ്റായിട്ടുള്ളൊരു മൂവായിരുന്നു എന്നിപ്പോൾ തെളിയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.